നമസ്കാരം. വിയുടെ യാത്ര നോർത്ത് ഈസ്റ്റ് ട്രാവൽ വ്ളോഗിൻ്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പ്രശസ്തമായ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ ലോക്കൽ ട്രാൻസ്പോർട്ട് എടുത്താണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. റോഡ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ലഞ്ച് കഴിച്ച അതേ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം ഗൈസ്. ഇതാട്ടോ ഇവിടുത്തെ ഫുഡിൻ്റെ മെനു ഒക്കെ. കോഫിക്കൊക്കെ ഉണ്ടോ 40 രൂപ കേട്ടോ. പക്ഷെ ബാക്കിയൊക്കെ റീസണബിളായിട്ടുള്ള റേറ്റാണ്. ഞാനാണെങ്കിൽ ഒരു കട്ടൻ ചായ പറഞ്ഞു. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൂരി സബ്ജി എന്നാണ് കേട്ടോ പറയുക. പൂരി ബാജി എന്നല്ല, ഇവിടെ പൂരി സബ്ജിയാണ്. ഒരു ഗ്രീൻ പീസ് കറിയും പൂരിയും. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വഴി സൈഡിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പഴം, പച്ചക്കറി, വെറ്റില, അടയ്ക്ക, എല്ലാ സാധനങ്ങളുണ്ട്. ഇവിടുന്ന് നമ്മൾ പോകുന്നത് ജലൂക് ബാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. എയ്സൊക്കെ പോലത്തെ മാജിക് എന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ ഇത് ഷെയർ ടാക്സിയാണ്. ഇപ്പോൾ ഈ കഹികുച്ചിയിൽ നിന്ന് ജലൂക് ബാരിയിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. 40 രൂപയാണ് ഇവരെന്നോട് പറഞ്ഞത്. ജലൂക് ബാരിയിൽ എത്തിയിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ പാൻ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം കേട്ടോ. അവിടെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്ന റോപ്പ് വേ ഉള്ളത്. ഇവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇവരോട് ചോദിച്ചപ്പോൾ തന്നെ ഇങ്ങനെ എനിക്കറിയത്തില്ല എന്താ പോകേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇവരോട് പറഞ്ഞ് ഞാൻ റോപ്പ് വേയിൽ പോകാനാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് ഈ വണ്ടിക്ക് ആദ്യം ജലൂക് ബാരി വരെ പോയിട്ട് അവിടുന്ന് ബസ് കിട്ടും. ആ ബസ് കാണിച്ചു തരാം, പറഞ്ഞു തരാം. അവിടുന്ന് ആ ബസ്സിൽ പാൻ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഇറങ്ങണം. അവിടെയാണ് ഈ റോപ്പ് വേ ഉള്ളത് എന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. വഴിയും ഏത് വണ്ടിക്ക് പോകണം എന്നൊക്കെ എല്ലാം പറഞ്ഞു തരും. ഇപ്പോൾ അങ്ങനെ നമ്മൾ നോർത്ത് ജലൂക് ബാരിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഗുവാഹട്ടി സിറ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. സിറ്റിയിലെത്തിയപ്പോഴത്തേക്കും ബ്ലോക്ക് കൂടി വന്നു. ഈ വണ്ടിയിലും ഇങ്ങനെ ഓഫീസിൽ പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും ഒക്കെ മാറി കയറി ഇറങ്ങി വരുന്നുണ്ട്. ഒരുപാട് പേര് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ യാത്രയ്ക്കൊക്കെ ഇവിടെ വളരെ ചിലവ് കുറവാണ്. ഒരുപാട് ഇതുപോലത്തെ വണ്ടികളൊക്കെ ഉണ്ട്, ഷെയർ ടാക്സി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജലൂക് ബാരിയിൽ എത്തിയിട്ടോ. ഈ വണ്ടീൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണിത്. ആൾക്കാരൊക്കെ ഇറങ്ങി. നമുക്ക് ബയ്യൻ്റെ കയ്യിൽ നിന്ന് ബാലൻസ് കിട്ടാൻ വേണ്ടി കാത്തു നിന്ന കേസ്. ബയ്യ ജൽദി ഏതോ നേരെ ബസ് കാറേ. ഇനിയിപ്പോൾ ആ ബസ്സിൽ ഏതോ ഒന്നാട്ടോ നമുക്ക് പോകേണ്ടത്. അങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇവിടുന്ന് പാൻ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങേണ്ടത്. ഒരു സ്റ്റോപ്പൊക്കെ എത്തുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. എല്ലാവരും അടിപൊളിയാണ്. ബസ്സിന് 15 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. 8 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. 15 രൂപയാണ് നമുക്ക് ടിക്കറ്റ് ആയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ബസ്സിൽ. സ്കൂൾ കുട്ടികളും ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ബസ് ഇറങ്ങി. ബസ് സ്റ്റോപ്പിലാണുള്ളത് ഗൈസ്. ഇനി പാൻ ബസാർ എന്ന സ്ഥലത്താട്ടോ. പാൻ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബസ് ഇറങ്ങിയത്. ഇനി ഇവിടുന്ന് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. ഇവിടെ നോക്കി മതിലിലൊക്കെ ഇങ്ങനെ ടൈൽസ് കൊണ്ടാണ് കേട്ടോ. ഇത് വരച്ചതല്ല. ഓ, ഇത് കണ്ടോ ടൈൽസ്. പല കളറിലുള്ള ടൈൽസ് കൊണ്ടാണ്. മുഖമൊക്കെ നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നതെന്ന്. ബ്രഹ്മപുത്ര റിവർ ഹെറിറ്റേജ് സെന്റർ ആണ് കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ട്രാഫിക് നിയന്ത്രിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 350 മീറ്റർ ഉണ്ട് കേട്ടോ റോപ്പ് വേൻ്റെ സ്ഥലത്തേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. സംഭവം എനിക്ക് തോന്നുന്ന ബസ് ഇറങ്ങിയത് തെറ്റിയാന്ന് തോന്നുന്നു. അവർ പാൻ ബസാർ എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത് തന്നെ ഇറങ്ങിയത്. എന്തായാലും ലോട്ടറി അടിച്ച പോലെ ഇവിടുന്ന് റോപ്പ് വേൻ്റെ അങ്ങോട്ട് 350 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് മെല്ലെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടക്കുകയാണ് ഗൈസ്. ഇത് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന വണ്ടിയാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ അടുത്തോളം മോട്ടർ ഇല്ല. ഇത് കൈയും കൊണ്ട് കറക്കിയാണ് ഇവർ ഉണ്ടാക്കുക. ആളെവിടെയോ. വെറ്റിലയും അടയ്ക്കയും ഇവിടെ മസ്റ്റാണ് കേട്ടോ. എവിടെ പോയാലും ഉണ്ടാവും. വിൽക്കുന്നത് കാണാം. എല്ലാവരുടെയും വായിലും കാണാം. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ.
ഇത് ചെടികളും ചെടീൻ്റെയും പച്ചക്കറീൻ്റെ ഒക്കെ വിത്തുകൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. വഴി സൈഡിൽ ഒരു അപ്പാപ്പൻ ഇരുന്ന് വിൽക്കുന്നുണ്ട്. ഇതും അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് കേട്ടോ. 4 ലൈൻ ആണ്. അതുപോലെ തന്നെ വഴി സൈഡിൽ കണ്ടില്ലേ, ഇത്രയും വീതിയിൽ നടക്കാനുള്ള സ്പോട്ട് കറക്റ്റായിട്ട് മതിലൊക്കെ വെച്ച് ഗ്രില്ലൊക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന റോട്ടിൽ കൂടി നടക്കുന്ന പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കാണുന്നത് നെഹ്റു പാർക്കാണ് കേട്ടോ. നെഹ്റു പാർക്കാണ്. ഉള്ളിലേക്ക് കയറുന്നില്ല, ജസ്റ്റ് ഇതിലെ ഇങ്ങനെ കണ്ടുപോവുക, അത്രേ ഉള്ളൂ. ഈ നെഹ്റു പാർക്കിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് റോപ്പ് വേൻ്റെ സംഭവം ഉള്ളത്. ഈ കാണുന്നതാണ് റോപ്പ് വേൻ്റെ സെൻറ്റർ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഗുവാഹട്ടി മെട്രോപൊളിറ്റൻ സിറ്റി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സംഭവം എന്താ വെച്ചാൽ അപ്പുറത്തുനിന്ന് റോഡ് ക്രോസ് ചെയ്യണമായിരുന്നു. ഇവിടുന്ന് ഈ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ അങ്ങ് ജംഗ്ഷനിൽ പോയിട്ട് തിരിഞ്ഞു വരണം ഗൈസ്. ഇവിടെ അങ്ങനെ റോഡ് അങ്ങനെ ക്രോസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ചങ്ങ് നടക്കാം. പാർക്കൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുവാണ് ഗൈസ്. ഇത് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർക്കാണ് കേട്ടോ. അതുമല്ല, നല്ല വലിയൊരു പാർക്കാണ്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ ഇതിൻ്റെ റോഡിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് നടക്കുന്നേ ഉള്ളൂ. മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളിയാക്കി നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന വൃത്തിയുള്ള ഒരു പാർക്കാണ് സംഭവം. ഇവിടെ കറക്റ്റ് എൻ്റെ മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇറങ്ങിയത് ഇത്തിരി നേരത്തെ ആയിപ്പോയി, ചാടി ഇറങ്ങി. അതുകൊണ്ട് പക്ഷേ ആ വഴിക്കുള്ള ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി കേട്ടോ. എപ്പോഴും നടന്ന് യാത്ര ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഒരുപാട് ദൂരം ഒന്നും നടത്തുന്നത് ശരിയല്ലല്ലോ, നമ്മൾ ക്ഷീണിക്കൂല ഗൈസ്. ഇവിടുത്തെ ബസ്സുകളൊക്കെ കൂടുതലും ഇലക്ട്രിക് ആയി മാറിയിട്ടുണ്ട് കേട്ടോ. കൂടുതലും കാണുന്നത് ഇലക്ട്രിക് ബസ്സുകളാണ്. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കുകയാണ്. ഈ ജംഗ്ഷനുകളിൽ മാത്രമേ റോഡ് ക്രോസ് ചെയ്യാനുള്ള സംവിധാനമുള്ളൂ. വേറെ ഒരു സ്ഥലത്തും റോഡ് ക്രോസ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ഒരു ബൈക്കുകാരൻ വരുന്നുണ്ട്. അയ്യോ, അങ്ങനെ റോഡ് ക്രോസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇത് ഈ റോപ്പ് വേൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അതൊക്കെ പുല്ല്, നല്ല അടിപൊളിയായിട്ട് പുല്ല് വളരുന്നുണ്ട് ഇവിടെ കേട്ടോ. പുല്ലൊക്കെ വളർത്തി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റോപ്പ് വേൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉള്ളിൽ പോയിട്ട് ഇതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് കയറാൻ ഗൈസ്. ചെറിയ സംഭവം ഒന്നുമല്ല കേട്ടോ, അത്യാവശ്യം വലിയ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ് വേ ആണ് ഗൈസ് ഇത്. ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇതൊരെണ്ണം വരുന്നുണ്ട്. ഇതാണ് റോപ്പ് വേ കാർ. നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഫുൾ കവേർഡായിട്ടുള്ള സെറ്റപ്പാണ്. അത്യാവശ്യം എനിക്കൊന്ന് 1,800 ആണ്, അങ്ങനെ അറ്റമാണ് ഇതിൻ്റെ ദൂരം വരുന്നത്. അതായത് 1800 മീറ്റർ. 1 കിലോമീറ്ററും ശരി 1.5 കിലോമീറ്ററിന് മുകളിൽ, 2 കിലോമീറ്ററിന് അടുത്ത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ് വേ ആണ് ഗൈസ് ഈ പോകുന്നത്. ഈ കാണുന്ന റോപ്പ് വേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ് വേ ആണെങ്കിൽ, ആ കാണുന്ന ഐലൻഡ് അത് ലോകത്തിലെ ഏറ്റവും ചെറിയ റിവർ ഐലൻഡാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനൊന്നും ഇതിൽ അലൗഡ് അല്ല. കേബിൾ കാറിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളം അടിച്ചു തരും. അങ്ങനെ ടിക്കറ്റ് എടുക്കാനുള്ള സമയമായി ഗൈസ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അങ്ങനെ ഡബിൾ സൈഡ് ടിക്കറ്റാണ് കേട്ടോ ഗൈസ് എടുത്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 200 രൂപയാണ് ടിക്കറ്റ് ആയത്. നമുക്കിനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ് വേയിലേക്ക് കയറാം ഗൈസ്. അപ്പോൾ ചെക്കിംഗ് ഒക്കെ ഉണ്ട് ഗൈസ്. അവിടെ ബോഡി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്. അതിലോട്ട് കയറിയപ്പോൾ പീന്നൊരു ഒച്ചയൊക്കെ കേട്ടു. അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവർ ഇവിടുന്ന് വിളിക്കുമെന്ന് തോന്നുന്നു. അപ്പോഴാണ് മുകളിലേക്കൊക്കെ കയറി ചെല്ലേണ്ടത്. ലിഫ്റ്റൊക്കെ ഫുൾ AC ആട്ടോ. ഇവിടെയൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടോ
ചവച്ച് നിൽക്കരുതെന്ന്. കാരണം ഇവിടുത്തെ ആൾക്കാർക്കുള്ളൊരു പരിപാടി എവിടെയും ചവച്ച് നിൽക്കും. അങ്ങനെ ഉള്ളിലേക്ക് പോകാനുള്ള ലിഫ്റ്റൊക്കെ ഓപ്പൺ ആയിട്ട് അങ്ങനെ നമ്മൾ കേബിൾ കാറിലേക്ക് കയറുകയാണ് ഗൈസ്. എനിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. സ്പീഡിന് കയറാം. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഗൈസ് പോകുന്നത്. അങ്ങനെ ബ്രഹ്മപുത്ര നദിയുടെ മുകളിലൂടെ നമ്മൾ കേബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ് വേ ആണിത്. കാഴ്ചയിൽ ചെറിയ ചെറിയ ദ്വീപുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഒരുപാട് ദ്വീപുകളുണ്ട്. ബ്രഹ്മപുത്ര നദിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റാഫ് ഇതിൽ ഉണ്ടാവും. ഒരു സ്റ്റാഫാണുള്ളത്. 7 പേരാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിലുള്ളത്. ഒരു കാറിൽ 7 പേര്. ഈ കാണുന്നതാണ്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ റിവർ ഐലൻഡ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതായത് ഉമാനന്ദ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ, ഉമാനന്ദ ടെമ്പിൾ ആണ് അവിടെ ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ടുള്ള യാത്ര ബോട്ടിലാണ്. അത് ആ കാണുന്നത് ആ ബോട്ടിലാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ റോപ്പ് വേൻ്റെ യാത്ര കഴിഞ്ഞ ശേഷം അടുത്തത് നമ്മൾ ഉമാനന്ദ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഈ ജംഗ്ഷനിൽ കയറി ഇറങ്ങുമ്പോൾ ഇത്തിരി ഒരു പേടിയാവും കേട്ടോ. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വേറെ ഇങ്ങോട്ട് ആടും. ഒന്ന് കയറ്റം കയറി ഇറങ്ങുന്ന പോലെയാണ് ഓരോരോ തൂണുകളിൽ. ഇപ്പം 3 തൂണ് നമ്മൾ കവർ ചെയ്തു. ഇതിൻ്റെ ഈ തൂണുകൾ നമ്മൾ കവർ ചെയ്തു. ഇനിയുണ്ട് ഒരുപാട് ദൂരം. ഇത് കുറച്ചതല്ല, ഒരുപാട് ദൂരമുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻഡിങ് പോയിന്റ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. ചെറിയൊരു ആട്ടവും കുറച്ചിലും ഒക്കെ ഉണ്ട്. സ്റ്റോപ്പായിട്ടോ നല്ല സ്ലോലി. സീറ്റൊക്കെ ഇട്ടിരിക്കാം. പക്ഷെ ഒരാൾ പോലും ഇതിൽ ഇരിക്കുകയൊന്നുമില്ല. എല്ലാവരും എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഒക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാണ്. 10-15 मिनट में ला ही जाएगा। कौन सा था? दौल गोविंदो, राधा और कृष्णा टेम्पल। ये कौन सा रास्ता ऊपर पैदल में जाएगा। हाँ अच्छा लगेगा। ठीक है, वो अच्छा लगेगा। ठीक है। गाड़ी में जाके मैं हाँ पूछा जाता है। हाँ वो पैदल जा सकते हैं ना पास। हाँ ठीक है, मुझे रास्ता है। ठीक है। अच्छा मंदिर जाए। हाँ बहुत अच्छा। ठीक है. അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് ഇവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് വീണ്ടും തിരിച്ച് വരുമ്പോൾ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി കറങ്ങിയിട്ട് വരാം. ഇവിടെ അങ്ങോട്ട് പോകാനുള്ളവരൊക്കെ ഒരുപാട് വന്നിരിപ്പുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ കറക്കി കാണിക്കാനും പരിപാടികൾക്കൊക്കെ. ഇവരുടെ പരിപാടി എന്താ അറിയില്ല, പക്ഷെ നമുക്ക് നടന്നു പോകാനുള്ള പരിപാടിയാണ്. नमस्ते सर, इधर में गोविंद मंदिर है, दिगेश्वरी मंदिर है। हम लोग का स्कूटी मिलता है, आप आराम से आपको घुमाएगा। कितना रुपया? आइए। नहीं कितना रुपया जी? 2 मंदिर देखेगा ना, 1 मंदिर दोनों देखा तो अब वीडियो कर रहा है। हाँ आइए, ब्लॉगिंग कर रहे हाँ, पूरा हैं। वीडियो कितना मिलेगा। रुपया बोलो। हाँ, कैमरा आप कॉल लीजिए। क्यों? बातचीत हो नहीं जाए। छोड़िए, मैं पैदल जाएगा। पैदल बहुत दूर नहीं है ना, जी सबसे भी। कोई बात नहीं जी, मैं पैदल जाएगा। कोई बात नहीं, छोड़िए भाई, आप दूसरा को पकड़ो। कोई छोड़िए, मैं पैदल जाके आएगा। बोला ही ना इन लोग, क्या करेगा വയ്യാണ്ട്. ഞാൻ എത്രയാന്ന് ചോദിച്ചുട്ടോ. വയ്യ പറയാണ്, നീ ക്യാമറ ഓഫ് ആക്ക് എന്നാ എന്നോട് പറയാന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നടന്നു പോയിക്കോളാന്ന് പറഞ്ഞു.
ഇവരൊക്കെ ലാസ്റ്റ് नहीं जी मैं पैदल जाएगा मुझे छोड़ो नहीं जी मुझे छोड़ो അപ്പൊ നമുക്ക് ഇതിലിങ്ങനെ നടന്ന് കറങ്ങി സംഭവമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. ഇവിടെ ഇതുപോലെ ചെറിയ ചെറിയ കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് വാപ്പസ് ആയേക്കാ എന്നാ ജി ചോടോ മുജെ ചോടോ. അവൻ വിടുന്നില്ല കേട്ടോ എന്നെ. എന്റെ പുറകെ കൂടിയേക്കും. അങ്ങനെ എന്റെ പുറകെ കൂടിയേക്കാണ്. ആവോ ബായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാ ക്യാമറ ഓഫ് ആക്കുന്നു. അപ്പൊ ഇതേപോലെ ഇവന്റെ കൂടെ ജോലി ചെയ്യുന്നവരപ്പുറത്ത് നിൽപ്പുണ്ട്. അവരെന്നിട്ട് ചിരിക്കുന്നു. നീ പറയടാ നീ പറ റേറ്റ് പറയാന്ന് പറഞ്ഞിട്ട് അവര് ചിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇവിടെ വരുമ്പോ നമ്മള് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്ത് പരിപാടിക്ക് പോയി കഴിഞ്ഞാലും ആദ്യം കാശ് വെച്ചോളുക. എന്നിട്ടേ പോകാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവര് എല്ലായിടത്തും ഉള്ള ആൾക്കാണ് ഈ സംഭവമൊക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗീശ കാലിയാവൂല. കേബിൾക്കാരൻ്റെ സ്റ്റാഫും പറഞ്ഞത് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നടന്ന് കണ്ടിട്ട് ഒരുപാട് കൃഷ്ണരാധൻ്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞത്. ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്, ചെറിയൊരു സ്തൂപം പോലെ. ബൈ നീച്ചെ ജോ ടെമ്പിൾ ഹേ ജാ സക്തേ പൈദൽ ഓയ് ഇത് തന്നെയാണ് കേട്ടോ. ഇതാണ് കൃഷ്ണരാധൻ്റെ ഒരു ചെറിയൊരു മന്ദിരത്തിൻ്റെ ചെറിയൊരു ഇതുണ്ട് ഇവിടെ. അതുപോലെ തന്നെ താഴേക്കും സ്റ്റെപ്പ് ഉണ്ട്. നമുക്കിതൊന്ന് ഇറങ്ങിപ്പോയി അതൊന്ന് കണ്ടിട്ട് ഹാ എന്നായി ജി അത് അടുത്തവൻ വന്നു കേട്ടോ പുറകെ. ഹാ हाँ नहीं जी आपका 2 टेम्पल हम्म एक होगा शक्तिपीठ जो माता जी का हमें प्राकृतिक हाँ हम लोग इधर से माता जी का रखा गिरा और ये होगा राधा कृष्ण मंदिर. 2 मंदिर फेमस टेम्पल है और फेमस टेम्पल है. कितना रुपया इधर से कितना? आपको 2 टेम्पल दिखा के फिर इधर लेके गया 500. नहीं जी ज्यादा फ्यूल मेरा नहीं छोड़ो भाई. ഇവന്മാർക്ക് 500 രൂപയാണ് കേട്ടോ. ഇവിടുന്ന് ആകെ 1 കിലോമീറ്റർ കണ്ടുള്ളൂ അങ്ങോട്ട് പോയിട്ട് വരാം. ഇപ്പൊ ഒരു ബൈക്കിൽ കൊണ്ടുപോയി കാണിച്ച് തിരിച്ചു കൊണ്ടുവരാം. അതിന് അവൻ വേറൊരുത്തം വന്ന കേട്ടോ. അപ്പൊ എന്നെ സ്കെച്ച് ചെയ്ത് പുറകെ വന്ന അളിയൻ. അങ്ങനെയൊന്നും പെടാൻ പാടില്ല ഈ നമ്മള്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം 2 ടെമ്പിൾ കാണാനായിട്ട് ഇപ്പോൾ ഒരു 500 രൂപ അവിടെ വരെ പോയി തിരിച്ചു കൊണ്ടുവരുന്നതിന് കൊടുക്കേണ്ട കാര്യമില്ല. അതാ ഇവിടെ ഇത് കാഴ്ചകൾ കാണാട്ടെ. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് മെല്ലെ തിരിച്ച് കേബിൾക്കാർ വരിക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. ഇവിടെ ഒരു ഗണപതിൻ്റെ ഒരു പ്രതിഷ്ഠ ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അതിൽ സിമെൻറ്റ് കൊണ്ടുള്ള ഒരു മരവും ഇല ഒക്കെ ഉണ്ടായി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മണിയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് അടിക്കാൻ പറ്റാൻ അറിയത്തില്ല, വേണ്ട. ഓ ഇതർ തക്ക് പോയൻ ആ ടീ ഷൂ ഇട്ടിട്ട് ഇവിടം വരെയൊക്കെ വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു തന്നാൽ മേളിൽ നിന്നിട്ട്. അതുപോലെ ഇവിടെ ഒരു ഗണപതിൻ്റെ ചിത്രം ഹാജി ഇവിടെ ഒരു ഗണപതിൻ്റെ ചിത്രമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട്. ഷൂ ഒക്കെ അഴിച്ച് നനഞ്ഞ് കുളിച്ച് കിടക്കുക കേട്ടോ. നല്ല വൃത്തിയിൽ രാവിലെ തന്നെ ചെയ്യുന്നതാണ്. ഇതാണ് ഗണപതി പപ്പയാണ് കേട്ടോ. ഗണപതി പപ്പ മോര്യ. ഒരു പ്രതിഷ്ഠയുണ്ട് ഇവിടെ. ഇത് പാറയാണ് കേട്ടോ. പാറയിലാണ് ഈ പ്രതിഷ്ഠ ചെയ്തേക്കുന്നത്. ഇതെനിക്കൊന്ന് സ്വയംഭൂവായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ്. ഇതിവിടെ ഉപ്പ് വെച്ചിട്ടുണ്ട് ഒരുപാട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ നേർച്ച ഉപ്പായിരിക്കും, അതാന്ന് തോന്നുന്നു. ഇത് അങ്ങനത്തെ ഷാളാട്ടോ. നമ്മളെ അവർ ആദരണി എന്ന് പറഞ്ഞിട്ട് നമ്മളെ തോളത്തിട്ടില്ലേ, അത് ഷാളാണ്. അപ്പം അത്രയ്ക്ക് പവിത്രമായിട്ട് അവർ കാത്തു സൂക്ഷിക്കുന്ന ഒരു ആചാരമാണ് ആദരണി എന്ന് മനസ്സിലായില്ലേ. പാറയാണ് കേട്ടോ. പാറയിലാണ് ഈ അമ്പലം ചെയ്തിരിക്കുന്നത്. എന്നായി ബായ് ചോടോ ബായ്. ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇവരിങ്ങനെ പുറകെ കൂടിയേക്കാണ് വാന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ മല പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു സൈഡാണ്. കിത്തന റുപ്യ? 100 റുപ്യ. 100 രൂപയ്ക്ക് ഇവൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വണ്ടി നമ്പറൊക്കെ എടുത്തേക്കാം ചുമ്മാ. ജായി ഓക്കെ സാറേ. നീച്ചേ എത്തുമ്പോ എന്ത് കുന്തെങ്കിലും ആട്ടെ 100 രൂപ കൊടുക്കണം. നടക്കുന്നതിനെക്കാട്ടും സുഖം ഇത് തന്നെയാണ്.
इधर तक आएगा? ओ हो हाँ ഇത് ബ്രഹ്മപുത്ര നദി ഇതൊക്കെ ആ ഇവിടെ വരെ ഇങ്ങ് താഴെ വരെ ഇങ്ങ് വരെ എത്തും കേട്ടോ. ബ്രഹ്മപുത്ര നദി ആ കാണുന്നത് മഴ സമയത്ത്. हाँ हाँ आपका विलेज है ये? ओ इधर विलेज ആണ് കേട്ടോ. ഇത് വേറെ വില്ലേജാണ്. ये आपका नाम क्या है? हाँ नाम दास. हाँ दास आपका सरनेम? दास आपका सरनेम है? हाँ जी ഇവിടെ സർനെയിം ആണ് എല്ലാവരുടെയും മെയിനായിട്ട് ഇവർ നോക്കുക. എന്നോട് ചോദിച്ചു സർനെയിം എന്താണെന്ന്. നമുക്കെന്ത് സർനെയിം MV, അവിടെ അങ്ങനെയല്ല. അവിടെ ഒരു ദാസ് പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട്. ഇതാണ് കേട്ടോ ഗണപതി ഭക്തി ഗോൽ ഗോവിന്ദ ടെമ്പിൾ. അവിടെയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. हाँ जी ഇവിടുത്തെ അമ്പലമൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ. നമ്മുടെ അവിടെ ഉള്ളതൊക്കെ ആയിട്ട് ഒരു സ്റ്റേജൊക്കെ ഉണ്ട് അവിടെ. ഫ്രണ്ടിൽ തന്നെ പുല്ലൊക്കെ ഉള്ളൊരു മൈതാനം, പിന്നെ മണിയടിക്കൽ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ എല്ലാവരും താരത്തിൽ പുഷ്പങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത്. ഗണപതി അമ്പലമാണ് ഗൈസ്. അതുപോലെ തന്നെ ഇവിടെയും സൈഡിലായിട്ടൊരു പ്രതിഷ്ഠ ഇവിടെയും ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഒരു റൗണ്ട് വ്യൂ. ഇതാണ്, ഇവിടെയാണ് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, മെയിൻ പ്രതിഷ്ഠയൊക്കെ ഉള്ളത്. ഇത് റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു ഗണപതി ബപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ ബോർഡും കാര്യങ്ങളൊക്കെ റോഡിൽ നിന്ന് നോക്കിയാൽ കാണാം. ഫുള്ള് ക്യാമറ ഒക്കെ ഉണ്ട്, സെറ്റപ്പ്. ക്യാമറ തിരിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്, വർക്കിംഗ് ആണോ അറിയില്ല. എന്തായാലും ക്യാമറ ഉണ്ട്. പോയി जाएगा भाई जाएगा, ज़्यादा टाइम नहीं लिया ना? जल्दी आएगा. हाँ नहीं जाए नहीं भाई, अभी हम वापस जा. നമ്മളിനി തിരിച്ച് റോപ്പ് വേൻ്റെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇത് ഗ്രാമത്തിലൂടെയുള്ള യാത്രയായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എനിക്ക് എപ്പോഴും എവിടെ ചെന്നാലും ഗ്രാമങ്ങൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നമ്മൾ ഗോൽപ്പാറ പോയപ്പോഴും ഇത്രയും ഗ്രാമങ്ങൾ ഉള്ളിൽ കൂടിയൊക്കെ പോയത്. फ्रूट्स हिसाब से देते थे, कैसे का पिएगा? फूड सलाद भी मिलेगा सर, सारा फूड मिक्स हो जाएगा, काट करके दे देगा. कितना है? फूड सलाद 80 रुपीज होगा. 80? पूरा अच्छा रहेगा, फल पूरा ज्यादा रहेगा. हाँ ठीक है, ले लो. वो 50 और वो 60 होगा. और उसका नीचे वो कर दिया, आप पूरा फ्रेश मिलेगा. नहीं ये वाला सब फ्रेश मिलेगा. ഒരു ജ്യൂസ് फूड പറഞ്ഞിട്ട്. सलाद देगा एक प्लेट? हाँ जी फूड सलाद नहीं कुछ नहीं, इतना ही. पीना है दिल से बुरे से ना, हाँ वो भी ये है. या खाली अफगानिस्तान में ചേച്ചി ആട്ടോ ഒരു ജ്യൂസ് ഉണ്ടാക്കി തരുന്നു. और क्या है आपको ये है कैनाबिस ऑफ सिस्टम, हाँ वो भी है. श्री कृष्ण जी ने जहाँ पर फिशिंग किया था वो भी है. और श्री कृष्ण जी का फुटप्रिंट्स है वहाँ पर. ഇത് കറക്കിയാണ് കേസ് ഇവിടെ ജ്യൂസ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഓൾറെഡി ഇങ്ങനെയാണ് ഈ സെറ്റപ്പ്. നമ്മുടെ ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സൈഡിൽ കാണാം.
ഇതിൻ്റെ അകത്ത് വരെ എന്തൊക്കെയോ പൊടികളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, എന്താണെന്നും അറിയത്തില്ല. 3 ടൈപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. വേറെ എന്തോ ഒരു പൊടി ഇട്ടിട്ടുണ്ട്. 4 ടൈപ്പ് എന്തോ പൊടി ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്തരാവോ എന്തോ. താങ്ക് യു. താങ്ക് യു. അങ്ങനെ ജ്യൂസ് ഒരെണ്ണം കഴിച്ച് മേളിലേക്ക് പോകാം കേട്ടോ. ഇവിടെ ഇറങ്ങിയപ്പോൾ നമ്മുടെ ചിലവാണ് ഗൈസ്. വണ്ടിയിൽ പോകാൻ 100 രൂപ, ജ്യൂസ് കുടിക്കാൻ 50 രൂപ, 150 രൂപ ചിലവ്, 200 രൂപ കേബിൾ കാറിന്, 350 രൂപ ചിലവ്. കേബിൾ കാറിൽ ഇവിടെ വന്ന് അങ്ങോട്ട് പോയി ബൈക്കിൽ ഇവിടെ ഒരു അമ്പലമൊക്കെ കണ്ട് ഏറ്റവും അടുത്തൊരു അമ്പലത്തിൽ മാത്രമാണ് നമ്മൾ പോയത് കേട്ടോ. അതുകൊണ്ടാണ് 100 രൂപയ്ക്ക് അവൻ പറഞ്ഞത്. അപ്പുറത്തൂടെയൊക്കെ പോകണമെങ്കിൽ 500 രൂപയാണെന്ന് പറഞ്ഞു. അവരൊക്കെ അവിടെ നിൽപ്പുണ്ടേ, ഇവരൊക്കെ ബൈക്കിൻ്റെ ആൾക്കാർ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ വരാം എന്നൊക്കെ അവൻ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ കണ്ടില്ല, വന്ന വഴിക്ക് ഓടുമായിരുന്നു. ഇതാണ് ഇവിടുത്തെ പുറത്തെ കാഴ്ചകൾ. ഈ കാണുന്നതാണ് ഐലൻഡ്. അങ്ങോട്ട് നമ്മൾ ബോട്ടിന് പോകുന്നുണ്ട്. താങ്ക് യു. അങ്ങനെ ഇതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്വേൻ്റെ കാഴ്ചകൾ. അപ്പം യാത്ര കഴിഞ്ഞ് നമ്മളിതാ പുറത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നേരെ നമ്മൾ അടുത്ത ദ്വീപിലൊരു അമ്പലം കണ്ടില്ലേ, അങ്ങോട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഇനി പോകുന്നത് ഗൈസ്. അതിന് ചേട്ടാ മലയാളീസ് ആണോ? എവിടെ നിന്നായിരുന്നേ? മിസോറാമ. എവിടെയാ ശരിക്കും? നാളെ എവിടെയാ? പുല്ലുരാമ്പാറക്കാരനാണ്, നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനാണ്. കോട്ടയം എവിടെയാണ്? കുമളിയാണ് അല്ലേ? കുമളി. ഓക്കെ ഓക്കെ. ഞങ്ങള് അയലോക്കാരാ. ഞാൻ കൂടരഞ്ഞി പഞ്ചായത്ത്, പുല്ലാമ്പാറ തൊട്ടടുത്ത്. അപ്പൊ അതെ, മലയാളിനെ കണ്ടുപിടിക്കുന്ന ആദ്യമായിട്ടാണ്. മാത്യു ചേട്ടൻ നമ്മുടെ പുല്ലാമ്പാറക്കാരനാണ്. കുറെ ദിവസം ഇങ്ങനെ മലയാളം സംസാരിച്ചിട്ട് കുറെ ദിവസം സത്യം പറഞ്ഞത്, ഫോൺ വിളിക്കുമ്പോഴേ സംസാരമുള്ളൂ. അങ്ങനെ ഈ യാത്രയിൽ ആദ്യമായിട്ട് 2 മലയാളികളെ കണ്ടുമുട്ടിട്ടോ. ഈ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന പിന്നെ ഒരൊറ്റ മലയാളിനെ പോലും കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് കേബിൾ കാറിൽ അവരിങ്ങനെ മലയാളമൊക്കെ പറയുന്നത് കണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നവരെ മലയാളികളാണെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. മാത്യു ചേട്ടൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെ പുല്ലുരാമ്പാറ കളത്തൂർ കുടുംബത്തിലാണ്. മിസോറാമിൽ ആയിരുന്നു ജോലി ചെയ്യുന്നത്. സിവിൽ സപ്ലൈ ഓഫീസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിപ്പോൾ പെൻഷനായി. അവരിങ്ങനെ കറങ്ങിയ 2 പേരുടെ കൂട്ടുകാർ. അപ്പോൾ അതൊക്കെ കണ്ട് ആ സന്തോഷത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇനി ആ ഉമാനന്ദ ടെമ്പിൾ കണ്ടില്ലേ, ആ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.